സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തു. സഭ മനസ്സിലാക്കുന്ന വ്യക്തിത്വമാണ് മാർ റാഫേൽ തട്ടിലെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ദൈവനിയോഗം ഏറ്റെടുക്കുന്നുവെന്നും ഒന്നിച്ചു പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. 2018 മുതൽ ശംസാബാദ് രൂപതയുടെ മെത്രാനായിരുന്നു അദ്ദേഹം. ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരും കാൽക്കുലേഷൻ. താങ്ക് യു. നിങ്ങൾ എല്ലാവരും സഹകരിച്ചതിന് ഒരുപാട് നിങ്ങളുടെയൊക്കെ സഹകരണം ആവശ്യം. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് നമുക്കിപ്പം. പ്രദീപ്, അപ്രതീക്ഷിത നിയോഗം എന്ന് തന്നെ പറയാം. കാരണം സിറോ മലബാർ സഭയുടെ അടുത്ത അധ്യക്ഷൻ ആര് എന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോഴൊന്നും തന്നെ മുന്നിൽ വരാത്ത ഒരു പേരാണ് ഫാദർ റാഫേൽ തട്ടിലിൻ്റേത്. ഒടുവിൽ അദ്ദേഹത്തിന്റെ ഒരു പേരിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും തികച്ചും അവിചാരിതമായി തന്നെയാണ് ശംഷാബാദ് രൂപത അധ്യക്ഷനായ ബിഷപ്പ് റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മറ്റ് ചില പേരുകളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ എല്ലാം ഉയർന്നു കേട്ടതും അവയ്ക്ക് പ്രാമുഖ്യം ലഭിച്ചതുമെല്ലാം. എന്നാൽ ഈ വോട്ടെടുപ്പിൽ 3-2 ഭൂരിപക്ഷം ഏറ്റവും ആദ്യം ആർക്ക് കിട്ടുന്നുവോ അവരാവും മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. അദ്ദേഹത്തിന് ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ തന്നെ 3-2% വോട്ടുകൾ അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷം കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് വരുന്നത്. സിറോ മലബാർ സഭയിലെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. ഇതിനു മുൻപ് 12 വർഷം മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. മാർ ജോർജ് ആലഞ്ചേരിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. 2018 മുതൽ ആന്ധ്രയിലെ ശംഷാബാദ് രൂപതയുടെ മെത്രാനായി സേവനമനുഷ്ഠിക്കുകയാണ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. അതിനു മുൻപ് തൃശൂർ അതിരൂപതയുടെ സഹായ മെത്രാനായിരുന്നു. വികാരി ജനറൽ, സെമിനാരി അധ്യാപകൻ, സെമിനാരി റെക്ടർ തുടങ്ങി വിവിധ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തന പരിചയവുമായാണ് നിലവിൽ നമുക്കറിയാം പല പ്രശ്നങ്ങളും സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സിറോ മലബാർ സഭയുടെ തലവൻ എന്നുള്ള പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അതേസമയം എല്ലാവരെയും കേട്ടുകൊണ്ടായിരിക്കും താൻ മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകൾ തന്നെ. നിലവിൽ പള്ളിത്തർക്കം നിലനിൽക്കുന്നു. അത്തരം കാര്യങ്ങളിൽ ഇടപെടുമോ എന്നുള്ള ചോദ്യത്തിനും അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും പരിഹരിക്കപ്പെടേണ്ടതാണ്. പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. ഓരോ ചക്രവാളങ്ങളും ഓരോ സൂര്യോദയത്തിൻ്റെതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എല്ലാവരെയും കേൾക്കാൻ തയ്യാറാണ്, താൻ ആർക്കും അതീതനല്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പലതവണ ആവർത്തിക്കുകയും ചെയ്തു. നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ. സാധാരണ എറണാകുളം സെയിൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. എന്നാൽ നമുക്കറിയാം വിശ്വാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഏതാണ്ട് 2 വർഷക്കാലമായി സെയിൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അടച്ചിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിലേക്ക് സ്ഥാനാരോഹണ ചടങ്ങുകൾ മാറ്റിയിരിക്കുന്നത്. ശരി പ്രദീപ്, നമുക്കറിയാം സിറോ മലബാർ സഭയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ പ്രദീപ് ജോസഫ് തുടരുന്നുണ്ട്. പ്രദീപ്, ഈ സിറോ മലബാർ സഭയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ വരുന്നത് മാർ ജോർജ് ആലഞ്ചേരിയാണ്. പിന്നീട് അദ്ദേഹം തന്നെയാണ് ദീർഘകാലം അതിനെ നയിച്ചതുമൊക്കെ. പിന്നീട് അദ്ദേഹം രാജിവെക്കുന്നു. ആ ഒരു ഒഴിവിലേക്കാണ് റാഫേൽ തട്ടിൽ വരുന്നതും. അപ്പോൾ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? മാത്രമല്ല ഒരുപാട് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുമുണ്ടല്ലോ. രഹസ്യ ബാലറ്റ് സംവിധാനത്തിലൂടെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ തവണയും ഇത്തവണയും ഒക്കെ അതൊരു രഹസ്യ ബാലറ്റ് സംവിധാനം തന്നെയായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയായി ആരെയും അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിനഡിൽ പങ്കെടുക്കുന്ന ആർക്കും ഏത് മെത്രാന് വേണമെങ്കിലും വോട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ആർക്ക് ഏറ്റവും കൂടുതൽ, അതായത് 3-2 ഭൂരിപക്ഷം ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ ആർക്ക് കിട്ടുന്നു അദ്ദേഹത്തെയാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. ആദ്യ റൗണ്ടിൽ ആർക്കും കിട്ടിയില്ലെങ്കിൽ അടുത്ത റൗണ്ടുകളിലേക്ക് പോകും. സാധാരണ 3 റൗണ്ടിനപ്പുറം പോകാറില്ല. എന്തായിരുന്നാലും ഇത്തവണ ആദ്യ റൗണ്ടിൽ തന്നെ ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് 3-2 ഭൂരിപക്ഷം ലഭിച്ചു. അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. ഇനി മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ നിലവിലെ ഈ സാഹചര്യങ്ങളിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. നമുക്കറിയാം ഭൂമി വിൽപ്പന വിവാദം മുതലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ വിവാദങ്ങൾ തുടങ്ങിയത്, തർക്കങ്ങൾ തുടങ്ങിയത്. പലപ്പോഴും അത് പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയോടുള്ള ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പായി അത് മാറി. അദ്ദേഹം രാജിവെച്ചതോടുകൂടി ആ എതിർപ്പ് ഏതാണ്ട് അലിഞ്ഞില്ലാതായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനോടുള്ള നേരത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി നിന്നിരുന്ന ചില ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ കുർബാന അർപ്പണം സംബന്ധിച്ചാണ് ഇപ്പോൾ ഏറ്റവും വലിയ തർക്കം നിലനിൽക്കുന്നത്. ജനാഭിമുഖ കുർബാന വേണോ അതോ സിനഡ് നിർദ്ദേശിച്ചത് പ്രകാരമുള്ള
ഏകീകൃത കുർബാനയർപ്പണം വേണമോ എന്നതിലാണ് തർക്കം നിലനിൽക്കുന്നത്. ഈ തർക്കവും എത്രയും വേഗം തന്നെ ഗൗരവമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനൊക്കെ താൻ മുൻതൂക്കം കൊടുക്കും അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കും എന്നുള്ള വാക്കുകൾ തന്നെയാണ് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിൽ നിന്ന് ഉണ്ടായത്. ആരെയും കേൾക്കാതെ പോകുന്ന പ്രശ്നമില്ല, താൻ ഒന്നിനും അതീതനല്ല, ആർക്കും അതീതനല്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രതീക്ഷയുടെ ഒരു പുതുചക്രവാളത്തിലേക്കാണ് താൻ പോകുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് നേരത്തെ തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാനായിരുന്നിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ 6 വർഷമായി ആന്ധ്രയിലെ ഷംഷാബാദ് രൂപത അധ്യക്ഷനാണ്. അങ്ങനെ ധാരാളം എഴുത്തും വായനയും ഒക്കെയുള്ളയാളാണ്. സെമിനാരികളിൽ അധ്യാപകനാണ്, സെമിനാരികളുടെ ചുമതലയുള്ള റെക്ടറാണ്. അങ്ങനെയൊക്കെ ചെറുപ്പക്കാരനാണ്, 68കാരനാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ള വിപുലമായ ബന്ധങ്ങൾ കൊണ്ടും മറ്റ് ഇടപെടലുകൾ കൊണ്ടും പ്രശ്നങ്ങൾ ഒക്കെ രമ്യമായി പര്യവസാനിപ്പിച്ച് സഭയെ ഈ പുതു കാലഘട്ടത്തിൽ നയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പുലർത്തുന്നത്.